Hey guys, good morning. അപ്പോൾ നമ്മുടെ ഡേ 3 ആണ്. സോറി 2 അല്ല കാണിച്ചത്. What's up YouTube? This is Shinu Salam. Welcome back to another vlog. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡൽഹിയിലാണുള്ളത്. നമ്മൾ കാശ്മീർ പോയിട്ട് തിരിച്ച് റിട്ടേൺ വന്ന് ഡൽഹിയിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്ക് വേണ്ടി ഇവിടെ ഒരു ആൾ വെയിറ്റിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ആളെ കാണിച്ചു തരാം. ടടാ! അങ്ങനെ നമ്മുടെ ഗാരേജിലേക്കുള്ള നമ്മൾ അടുത്ത വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മുടെ നിസാൻ ഇവാലിയാണ് നമ്മുടെ അടുത്ത വണ്ടി. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും എന്താ പറയുക, നമുക്ക് ഒരുമിച്ച് എല്ലാ സ്ഥലത്ത് പോകാനായിട്ടും പിന്നെ നമുക്ക് കുറച്ചുകൂടി ബിഗറായിട്ടുള്ള വണ്ടി നമുക്ക് അത്യാവശ്യമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്യാമറ വൺ മൂഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയേ പറയാം. നമ്മുടെ പെട്രോളിൻ്റെ അവിടെ നല്ല പോസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. നല്ല കലിപ്പിലാണ് ആൾ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുള്ള് സർവീസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. നമ്മൾ എന്താ പറയുക, വണ്ടി ഫുള്ള് ജനറൽ സർവീസ് ഫുള്ള് ചെയ്യുന്നതാണ്. ബിക്കോസ് നമ്മൾ വണ്ടി ഓടിച്ച് തന്നെയാണ് കേരളത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വണ്ടി ഫുള്ള് ജനറൽ സർവീസ് ഫുള്ള് ചെയ്ത് ചെറിയ ടച്ചപ്പ് പോളിഷ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്തായിരുന്നു. ജസ്റ്റ് അതൊക്കെ ചെയ്ത് നമ്മൾ വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോകണം. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ 5 പേരുണ്ട് പോകാനായിട്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. പിന്നെ ഈ വണ്ടീനെ എടുക്കാനായിട്ട് വേറെ പ്രത്യേകമുണ്ട്. ബിക്കോസ് ഈ വണ്ടിയുടെ നമ്പർ എൻ്റെ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. അങ്ങനെ കൂടെ കൊണ്ടാണ് നമ്മൾ ഈ വണ്ടീനെ എടുക്കാൻ കാരണം. വണ്ടി വന്നിട്ട് 2015 മോഡലാണ്. XV ടോപ്പ് വേരിയൻ്റ് മോഡലാണ്. പിന്നെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഓൺ ദ വേ നമുക്ക് പോകുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തിയിട്ട് ഞാൻ പറയാം. കാരണം ഇവിടെ ഫുള്ള് റഷാണ്, ഭയങ്കര സൗണ്ടും ഭയങ്കര തിരക്കും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് നിർത്തിയിട്ട് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് പറയാമേ. ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി എടുത്തൊരു 100 കിലോമീറ്റർ മേളിൽ ഓടിച്ചു. നമ്മൾക്ക് പമ്പിലേക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഉള്ളു. ഇനിയിപ്പോൾ ഹൈവേ പോകുന്നതുകൊണ്ട് ഫുള്ള് ഹൈവേ കൂടെ ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇവിടെ ഉള്ളു. അപ്പോൾ ഫുഡ് കഴിച്ച് ഒന്ന് സെറ്റായിട്ട് ഇവിടുന്ന് പോകാനായിട്ടാണ് പ്ലാൻ. എല്ലാവരും വണ്ടി അടിക്കിട്ട് പോലെ അതിനകത്ത് കിടക്കുന്നുണ്ട്. പുലിക്കുട്ടിയാണ്, പുലിക്കുട്ടി. അപ്പോഴേക്കും 2 ഭായിമാർ വന്നിട്ട് ക്യാ ഭായി അഭി പൂരാ നിക്കാലേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താ നോക്കാം. അവരെന്തൊക്കെയോ ചെയ്തൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന് അവർ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ കുറേ വണ്ടി നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഒരെണ്ണം തപ്പിയെടുത്താണ് ഈ വണ്ടി. നമ്മൾ വലിയ കാര്യമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് റെഗുലർ സർവീസ്, നമുക്ക് നാട്ടിൽ വരെ എത്താനായിട്ടുള്ള സെറ്റപ്പിൽ നമ്മൾ വണ്ടി ജസ്റ്റ് റെഗുലർ സർവീസ് മാത്രം ചെയ്തിട്ടാണ് വണ്ടി ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ കാശ്മീരിൽ നിന്ന് വരുമ്പോഴേ തന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണോ നമ്മളിവിടുന്ന് വണ്ടി എടുക്കുക, ഓടിച്ച് പോകാനുള്ള മൈൻഡ് സെറ്റ് ചെയ്ത്. പിന്നെ അതൊരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുക, വണ്ടി ഓടിച്ച് പോകാനുള്ളൊരു മൈൻഡ്. അത് കുറേ നാളൊരു ആഗ്രഹം കൂടെ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ പോയത്, അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഡൽഹി മാർക്കറ്റിലൊരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വണ്ടി നോക്കി എല്ലാം സെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള വണ്ടി എടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല എത്ര ദിവസം എടുക്കും, എങ്ങനെയാണ് പോകേണ്ടത്. ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകാനാണ് പ്ലാൻ. ഫസ്റ്റ് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കണം. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫുഡ് കിട്ടാൻ ഇച്ചിരി ചാൻസ് കുറവാണ്. ഇവിടെ തന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ പോകുന്നത്. നമ്മൾ എത്ര ദിവസം എത്തും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, നമുക്ക് അതിനകത്തുള്ള ഫൺ ഫാക്ടേഴ്സൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് പോയിട്ട് നമുക്ക് അതിനും കഴിക്കാം. American BBQ. Which bread? Bread. White Italian. പിന്നെ മൾട്ടിഗ്രെയിൻ പറയണം. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡേ 2 ആണ്. നമ്മൾ ഇന്നലെ വണ്ടി ഒരു 1000 കിലോമീറ്റേഴ്സോളം ഓൾമോസ്റ്റ് നമ്മൾ വണ്ടി ഇവിടെ എത്തി. ഓൺ ദ വേയിലാണ് ഈ പെട്രോൾ പമ്പ് കണ്ടത്. എല്ലാവരും ഉറങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. അത് എവിടെയാണെന്ന് പോലും അറിയില്ല. നേരെ പെട്രോൾ പമ്പിൽ കയറ്റി കിടന്നു, ഉറങ്ങി. ഇപ്പോൾ രാവിലെ എണ്ണീറ്റിട്ടുണ്ട്. എല്ലാവരും 1 by 1 ആയിട്ട് എണ്ണീറ്റ് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. നമ്മൾ റൂംസ് ഒന്നും എടുക്കേണ്ട, മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കൊച്ചി എത്താനായിട്ടുള്ള പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റൂമൊന്നും എടുക്കേണ്ട, വണ്ടി തന്നെ ഉറങ്ങി അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും എണ്ണീറ്റ് വരുന്നത് നമുക്ക് വീട്ടിൽ ഫ്രഷപ്പ് ആയിട്ട് ഫുഡ് കഴിക്കാം. മറിച്ചിട്ട് കൊല്ലാൻ നോക്കുക നായേ. ഉറങ്ങുമ്പോൾ ആരെങ്ങാണ് ഫുഡ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റൂട്ട് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ പോകാനായിട്ടുള്ള പ്ലാനാണ്. എല്ലാം പാക്കൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് എവിടെയും പോയിട്ട് ഫുഡ് കഴിക്കണം. അതാണ് ആദ്യത്തെ പ്ലാൻ. നമ്മൾ ഇന്നലെ ഇവിടെയാണ് നിർത്തി എല്ലാം എന്താ പറയുക, രാത്രി വന്ന് നിർത്തി കിടന്നുറങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം.
ഇനി നോർമൽ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഫുൾ ടാങ്കിനുള്ള ടൈം ആയിട്ടുണ്ട്. ആദ്യത്തെ ഫുൾ ടാങ്ക് തീർന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫുൾ ടാങ്ക് നമ്മൾ ഫില്ല് ചെയ്യാനാണ്. മാക്സിമം നമ്മൾ അതർ സ്റ്റേറ്റ് പോയി കവർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും വീഡിയോസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ അവർ 30 ലിറ്റർ ടാങ്കിൽ 50 ലിറ്റർ ഡീസലൊക്കെ അടിച്ച് തരും. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ വണ്ടിക്ക് നല്ലൊരു ഫ്രെയിം. അപ്പോൾ തന്നെ കുറച്ച് ബ്യൂട്ടി ഷോട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ റാൻഡം ട്രിപ്സ് മാത്രമാണ് എടുക്കുന്നത്. നമ്മളങ്ങനെ ഓടി ഹൈദരാബാദ് എത്താറായിട്ടുണ്ട്. ഇനി നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഹൈദരാബാദാണ്. അവിടെയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് ഇടാൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ടൈം അങ്ങനെ ഒരു 4 മണിയായിട്ടാണ് വിളിക്കുന്നത്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദ് ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലോ ഉള്ളത്. അങ്ങനെ നമ്മുടെ അടുത്ത ഫുൾ ടാങ്ക്. എല്ലാവരും ഉറക്കമാണ്. ശരിക്കും ടയർഡായി. എവിടെ ഒരു ചായ കിട്ടുമെന്ന് നോക്കണം. ഒരു ചായ കുടിക്കണം. സീത ബാംഗ്ലൂർ. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ ഡേ 3 ആണ്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു സൺറൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺറൈസ് കണ്ടുകൊണ്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി നിർത്തുക. നമ്മളിപ്പം ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടുത്തെ സൺറൈസ് ഒക്കെ നിങ്ങൾ കാണിച്ചു. വീണ്ടും സന്ധിക്കുമ്പോൾ ഒരു വണക്കം. ഓക്കെ, ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. നമ്മളത് ഗിരിനെ ഇറക്കി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണതാണ്. നമ്മളങ്ങനെ കുറേ വീഡിയോസ് എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിപ്പോയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ വാൻ ലൈഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഉടനെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.